how India was looked down by all the countries. Whenever we used to go with Indian passport, we never used to get the respect what we should have got. It used to be insulting for the people of India whenever we used to go to different country to work for those country for a livelihood. We used to go to different countries. The kind of treatment, neglect, they used to completely neglect us without much of respect. Though we used to work day and night for those countries, we used to work day and night, leaving our family in India, we used to go and work for them. They never used to give respect, totally disrespected. Under the leadership of our Modi ji, we have shown the entire world how India can transform, how a leadership can make a difference. Now every country, all the countries are coming forward to support India. They want to be in good books with India. They want support of India. They want to join with India. They want to have a good relationship with India. That is the kind of difference, which difference was not made for many decades by Congress party and others. They had completely failed to manage the country. They were weak. They were always bending. They had no much of self-respect. There was no self-respect. They never represented a strong India. They were always representing a weak government. They were representing a weak government and a weak leadership. Because of that, we didn't get our share. We didn't get our respect. We didn't get much of progress under their leadership. With the leadership of our Honorable Prime Minister Sri Narendra Modi ji, now if you go, probably all of you are having that experience now. You are having that experience, many of your family members who are living in different countries. You can see them, how much of respect a Indian is getting now. India is getting popular. India is getting all the respect because of Bharatiya Janata Party, because of Bharatiya Janata Party leaders and party workers. We are getting this respect. We need to tell this to the society how BJP has made the difference for this country. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ കുറേയധികം ആൾക്കാർ വിവിധ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ രാവോളം പണിയെടുത്ത് രാവന്തിയോളം കുടുംബങ്ങളെ പോറ്റുവാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒത്തിരി സഹോദരങ്ങൾ വിദേശത്തെ പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ബഹുമാനം ആ രാജ്യങ്ങളിൽ നമ്മുടെ പൗരന്മാർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുന്നു. നമ്മളുടെ രാജ്യത്തെ പൗരന്മാർ ആ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് വേണ്ടത്ര ബഹുമാനം ലഭിക്കാതെയാണ്. ഏതോ ഒരു പാവപ്പെട്ട രാജ്യത്ത് നിന്ന് വന്നവർ, എത്രയോ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് വന്നവർ എന്ന തരത്തിൽ വേണ്ടത്ര ബഹുമാനം ലഭിക്കാതെ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആൾക്കാർ എന്ന തരത്തിലാണ് ആ രാജ്യങ്ങൾ നമ്മളുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള പൗരന്മാരെ വിദേശ രാജ്യങ്ങളിലേക്ക് അവരുടെ കുടുംബത്തിനെ പോറ്റുവാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഈ രാജ്യത്തെ പൗരന്മാരെ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം, മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളുടെ മുഴുവൻ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, സുദൃഢമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ നരേന്ദ്രമോദിജിക്ക് സാധിച്ചു. പണ്ട് കാലത്ത് ഇന്ത്യൻ പാസ്പോർട്ട് കാണുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിലെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ അവജ്ഞയോടുമാണ് നമ്മുടെ പൗരന്മാരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളുടെ പ്രധാനമന്ത്രി, ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കരുത്തുറ്റ ഇന്ത്യയെ സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ട്, വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ വിദേശ രാജ്യങ്ങൾ ഒന്നാം നിര പൗരന്മാരായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംവദിച്ചാൽ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംവദിച്ചാൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതുവഴി ഈ കാര്യങ്ങൾ ജനങ്ങളോട് നമ്മൾ തുറന്നു പറയാൻ തയ്യാറായാൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ നമ്മളുടെ സമൂഹത്തോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറായാൽ ആ ബഹുമാനം നമുക്ക് ലഭിക്കും. അതുവഴി ജനങ്ങളുടെ മനസ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. Our country with 130 crore population, except in agriculture, in all other sectors, in agriculture we are self-sufficient. In all other sectors
we depend on imports. We import many things from different countries. With such a big population, with so much of talent, we still depend for many things, from masks, from PPP kits. For every small thing, we used to depend on imports. We were never self-reliant for many of our requirements. Being such a big country with so much of talent, we used to depend on imports, which is unaffordable, which is not in the interest of the country. Unless we don't set up our own manufacturing base, how can we create employment? How can we develop economy? We'll be always dependent. With dependence, there is no future. There is no future for our country. In this direction, our Honorable Prime Minister started Atmanirbhar program, Atmanirbhar Bharat. Through Atmanirbhar Bharat, all the requirement of our country is been addressed very strongly. We came out with a 21 lakh crore package to encourage manufacturing, industrialization and self-reliance for our country, so that our country will not depend on other countries. In COVID-19, you could see whatever our requirement, to fulfill our requirement, we had a lot of challenges. Since everybody was trying to protect their own country, they were not willing to share whatever resources they had with them with other countries. So we had a lot of problem, challenges with regard to small things also. We were depending. To prevent this, we have come out, Honorable Prime Minister has come out with Atmanirbhar Bharat program to address our requirement in this direction. We are going to build a strong, vibrant, self-reliant India, even with regard to defense. Defense, all the flight, fighter jets, guns, whatever battle, whatever required by the defense, even from the dress, everything was imported. Now we are going to manufacture, we have started manufacturing fighter jets, the guns, whatever required by the defense, everything will be manufactured in India, so that our self-sufficiency is attacked, is gained in the country. Earlier we used to have a lot of scandals in import or buying of defense equipment. All the time there used to be scandal, Bofors scandal, helicopter scandal, this scandal, buying dress scandal, every level there used to be scandal. To prevent all this scandal, we are all manufacturing in India itself in this direction. The Honorable Prime Minister has taken up a lot of initiative. Atmanirbhar Bharat is one of the program. നമുക്കറിയാം 130 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടേത്. 130 കോടി ജനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചതെന്ന് പറയാൻ സാധിക്കുന്നത് കൃഷിയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു. ഈ ഏറ്റവും അടുത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ COVID-19 എന്ന മഹാമാരി ഉണ്ടായ സമയത്ത് പോലും അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അത് മാസ്ക് ആയിക്കോട്ടെ, PPE കിറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സാധനങ്ങൾ പോലും നമ്മളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുകയായിരുന്നുള്ള സാഹചര്യമായിരുന്നു. കൃഷിക്കപ്പുറത്ത് സ്വയം പര്യാപ്തത കൈവരിച്ച ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ചു, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, സാമ്പത്തികപരമായിട്ട് നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഇവിടെ തന്നെ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് സാധ്യമാകൂ. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി ചിന്തിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമാണ്, പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതി. 21 ലക്ഷം കോടി രൂപ അതിനു വേണ്ടിയിട്ട് വകയിരുത്തിക്കൊണ്ട് അദ്ദേഹം ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പദ്ധതി നമുക്ക് മുമ്പാകെ വെച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ COVID-19 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതാത് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരവരുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അത് തരുവാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുവാനായിട്ട് നടത്തിയ ശ്രമങ്ങൾ, ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഈ മാസ്കും PPE കിറ്റും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും
സാധനങ്ങളും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ യുദ്ധസാമഗ്രികൾ തുടങ്ങി ചെറിയ ചെറിയ വസ്ത്രങ്ങളാകട്ടെ എന്ത് സാധനങ്ങളും നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരികയായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള അഴിമതികൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഹെലികോപ്റ്റർ അഴിമതിയായാലും മറ്റു തരത്തിലുള്ള UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലുള്ള ഓരോ അഴിമതികളും ഇതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. പക്ഷേ ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യത്തെ നയിക്കണമെന്ന് ദീർഘവീക്ഷണത്തോടെ നമ്മുടെ പ്രധാനമന്ത്രി ചിന്തിച്ചതിന്റെ ഫലമായിട്ട്, അത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തതിന്റെ ഫലമായിട്ട് ഇറക്കുമതികൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. The people of Kerala, they don't tolerate corruption. But then Prime Minister Srimati Indira Gandhi mentioned that corruption is a global phenomenon. Sri Rajiv Gandhi mentioned for every 100 rupees spent by the government of India, only 10 rupees will reach the last man in the society. The Prime Minister itself had considered and accepted corruption. And what could be the situation? Imagine, many years back itself, the corruption was so much. The Prime Minister itself had considered that corruption is a global phenomenon. That's a part and parcel of the culture of a society. We can't do anything. Corruption has to be accepted and we have to live with it. But here came in a man who has got zero tolerance for corruption, and our party has got zero tolerance for corruption. Under the leadership of our Honorable Prime Minister, we were able to build a system wherein whatever is given by the government, it will directly get transferred to the people's account. The beneficiary, it will go directly to the direct benefit transfer will happen. There will not be any corruption. Even during COVID, we were able to reach out to the people through their bank account, Jan Dhan accounts. From the time of independence, we had nationalized all the banks, but they had opened only 10 crore accounts. But within 6 years now, we have opened more than 35 crores accounts. Imagine in 70 years, 67 years, they were able to open only 10 crore bank accounts. Within 6 years, we were able to open more than 35 crore bank accounts. This is the kind of progress through these bank accounts. The government benefits, the pension, Pradhan Mantri Samman Yojana, whatever schemes, old age pension, all these things, we were able to directly reach out to the bank accounts, thereby completely preventing the corruption. Even after so many years of independence, we never had a strong act which will control the corruption. We were the first people, our party, our government, first came out Benami Act. Benami Prevention Act was brought out by our government. Then Indira Gandhi ji tried bringing that act. She was not able to bring. Our Sanmanya Pradhan Mantri ji, Narendra Modi ji was able to bring this act. He was the only man who had that willpower to bring this act, to protect the people, to prevent the corruption. Through many reforms, we are able to control the corruption in a process, within a few years, in our country, corruption will be completely eliminated in our society, but in a big way, we are able to control the corruption in our system. This is the contribution of our BJP, but look here, how corruption has been promoted by LDF and UDF. Openly they are promoting corruption, which the people of Kerala don't like it. They don't entertain corruption. They are against corruption. In India, there is one state, number one state, which is completely against corruption. That is Kerala state. Kerala state is completely against corruption. Even though you are all against corruption, LDF and UDF are encouraging and promoting corruption. നമുക്കറിയാം, നമ്മളുടെ ലോകത്ത്, നമ്മളുടെ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ മേഖലയിലുമുള്ള അഴിമതിയെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധി ഒരവസരത്തിൽ പറഞ്ഞു, അഴിമതി എന്ന് പറയുന്നത്
ഈ ആഗോളപരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. രാജീവ് ഗാന്ധി ഒരവസരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, 100 രൂപ ഒരു പദ്ധതി വിഹിതമായി വകയിരുത്തി പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 10 രൂപ മാത്രമായിരിക്കും സാധാരണക്കാരിലേക്ക് എത്തുന്നത്. ഈ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തരമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയെത്ര അഴിമതികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 67 വർഷത്തിന്റെ ഭരണകാലഘട്ടത്തിലുള്ള അഴിമതികൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, അഴിമതിയോട് ഒരു സന്ധിയും ചെയ്യില്ല, അഴിമതി നടത്താൻ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. ഈ 6 വർഷക്കാലത്തെ ഭരണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നരേന്ദ്രമോദിജി പദ്ധതികൾ വിഹിതങ്ങളെല്ലാം തന്നെ സാധാരണക്കാരിലേക്ക് എത്തിക്കേണ്ട പൈസ, സാധാരണക്കാരിലേക്ക് കൈമാറേണ്ട തുകയെല്ലാം തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് ജനങ്ങളിലേക്ക് പദ്ധതി വിഹിതം നമ്മളുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പരിശോധിക്കണം, നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 6 വർഷം മുമ്പുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 10 കോടി ജനങ്ങൾക്ക് മാത്രമായിരുന്നു നമ്മളുടെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് എന്നത് ഉണ്ടായിരുന്നത്. പക്ഷേ 6 വർഷം കൊണ്ട് നമ്മളുടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് 35 കോടി ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എന്നത് സാധ്യമാക്കി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയായാലും വിവിധ പെൻഷൻ പദ്ധതികളായാലും കൊറോണ സമയത്ത് നൽകിയ ധനസഹായങ്ങളായാലും എല്ലാം തന്നെ പ്രധാനമന്ത്രി നേരിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ശ്രമിച്ചു പരാജയപ്പെട്ട ഒരു കാര്യം ബിനാമി പ്രിവെൻഷൻ ആക്ട്, അത് നടപ്പിലാക്കുവാനുള്ള ചങ്കൂറ്റം, ആ വിൽ പവർ കാണിച്ചത് നരേന്ദ്രമോദിജി മാത്രമാണ്. കേരളത്തിലെ ജനങ്ങൾ അഴിമതിക്ക് എതിരാണ്. കേരളത്തിലെ ജനങ്ങൾ അഴിമതി നടത്തുവാൻ സമ്മതിക്കുകയില്ല. പക്ഷേ ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFും UDFും ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതികൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. Bharatiya Janata Party is the only party which can protect the culture of our society, our Sanatana Dharma, our culture, our tradition can only be protected by Bharatiya Janata Party. If you see in the national level also, the Ram Mandir, which no people thought that Ram Mandir will be constructed in India, in Ayodhya. People never thought it will be only a announcement or only Goshen, only slogan in our party meetings. They never ever thought that the Ram Mandir will be constructed in Ayodhya. Now this has been made this has been realized, this has been brought and made sure that Ram Mandir construction has already started. It's all the Bharatiya Janata Party's commitment for this nation to ensure where Ram was born, the temple should be built there, was a demand of the people of our country, which has been realized today. It is because of Bharatiya Janata Party's effort, consistent effort, which has given the results. Even many more things with regard to 370. Always we used to have problem with regard to 370 issue with Kashmir, with Pakistan. Pakistan, though it was one small country, it was nothing, insignificant country. When you compare with Bharat or India, it is nothing. But time and again, the international community wished to give a lot of focus between the difference between India and Pakistan. So always we were cornered. Wherever we used to go for talks with different countries, always they used to raise only one issue with regard to India and Pakistan difference, India-Pakistan war, India-Pakistan differences. So all the time it used to be only about Kashmir. United Nations, whenever we used to go for any talks or any assembly, it used to be only about Kashmir. Always they used to corner the country only on Kashmir issue. Now Kashmir issue is nowhere. It has completely disappeared. Now there is no terrorism. There is not even a single incident of terrorism in Kashmir. That is how Bharatiya Janata Party has made difference for this entire country. In the similar lines, the culture of Kerala, which has been practiced, the culture tradition of the Kerala is very much appreciated by the entire country. Even today, even in this modern world, even with modern days, the culture and tradition is always been prioritized,
the state of Kerala. Even now, everybody, if you see in any other state, I don't see anybody wearing the mundo, we call it panche. We can't see in any other state. We can't see the same tradition anywhere else. Even now, anywhere we go, we see the ritual, traditions, culture being practiced very strongly in the state of Kerala. The popular government, the left government, the LDF government had no respect for this. They had no respect. They wanted to bulldoze the entire culture of Kerala, the tradition culture of Kerala. With regard to the Sabrimala issue, though the people expressed their strong reservation, strong opposition, they didn't respect any of the sentiments of the people of Kerala. They just went ahead to ensure the tradition and ritual of the Sabrimala temple is been completely destroyed, completely decimated, discreated. This was their intention. Such a kind of political party we need to support. This kind of LDF party who has got no respect for the people's culture, tradition, they should be completely eliminated, defeated. They should be shown the door. It is against the people's culture. Looking at how Bharatiya Janata Party made a difference in state of Kerala under the leadership of our Surendra Ji, under the leadership of Surendra Ji, he took the agitation very strongly with all other leaders. BDJS also came forward very strongly and we were able to fight it very strongly. That is how we were able to stop it. The government intention to destroy the culture of the Sabrimala, they tried their best, which was completely prevented and protected by Bharatiya Janata Party and BDJS party and all the NDA partners together, and the people of Kerala were able to fight and resist the LDF intention of completely bringing down the culture of the Sabrimala. In this direction, the people's will has not been respected by LDF. The LDF has got no respect. So I kindly request all my people of Kerala to vote out, to bring down this government, show them the door, because they are not for Kerala culture, they are against the people of Kerala. I don't think so they are the suitable party. Even with regard to the culture they are against. When it comes to the governance also, they have completely failed. Their governance has completely failed to address the requirement of the people. There is not much of economic development. LDF means least development. LDF doesn't mean any progress. If you see the kind of talent, education, skill of people of Kerala, they have got abundant talent, skill, which is not been matched by the governance of LDF government. And people from Kerala, they migrate to the entire world, they travel across the world, they go and make life, they make livelihood, they make progress in many other states, in many other countries, they make a big difference. They have made a big difference for the entire world. They have been not allowed to make a difference in their own state because of the policies and the governance of the LDF government. And UDF has become completely Muslim League party, completely controlled by Muslim League. They are not able to rise as a national party. They were not able to represent the people's aspiration. They were never able to express themselves. Even with regard to Sabrimala issue, they were not able to express themselves. Their time they opposed. Now they are asking for an apology. What we did was wrong. Please forgive us for what we did during Sabrimala issue. This is how a national party which has ruled the state for many years doesn't represent the people or their aspiration or their culture. What can we expect from LDF or UDF when they don't represent the culture or the aspiration of people? So dear friends, dear people, I kindly request all of you to vote out the LDF and UDF and support our NDA party and vote for our young and dynamic leader who is contesting from this constituency, our Pune, our young and dynamic leader Sri Surendra Ji, who has been very dynamic. His Vijaya Yatra across the state has been very successful. There has been extremely good response for the Vijaya Yatra
and people have shown a lot of confidence that our Bharatiya Janata Party is going to form the government in the state of Kerala with all of your blessing and with a dynamic leadership like our leadership of our Surendra ji and Bharatiya Janata Party and NDA party. With these few words, I would like to stop here, and our leader is here. All of you to make sure, please reach out to each and every house. Please reach out to each and every house, ask the votes, seek the votes from every person, and make sure the BJP will get very good number of votes and our candidate will win with a big margin. He should win with a big margin. This duty should be done by all of you on behalf of the party, on behalf of Surendra ji. His voice can be heard in the assembly. His voice can be heard in the assembly, strongly representing the aspiration of the people of the Kerala. This can happen if Surendra ji is in the assembly. That can happen only if he is there in the assembly. If he is not there in the assembly, you can't expect the people's voice being represented in the assembly. So the dynamic leader should be there in assembly. Make sure he's going to win this election from Pune with a big margin. With these few words, I would like to stop here and wish you all the best. Namaskara, Dhanyavad, Jai Hind. നമുക്കറിയാം, നമ്മളുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ വളരെയധികം അഭിമാനിക്കുന്നവരാണ് നമ്മൾ. സനാതന ധർമ്മത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ മുമ്പ് രാമക്ഷേത്രം അയോധ്യയിൽ പണി കഴിപ്പിക്കുമെന്നുള്ളത്? ഇതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് മാത്രമാണ് BJP ഉയർത്തുന്നതെന്നാണ് ഒരുപക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ സർക്കാരിന്റെ ദൃഢനിശ്ചയം കൊണ്ട് അത് സാധ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ എവിടെയും ഇന്ത്യ എന്ന വാക്ക്, ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യമായിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഐക്യരാഷ്ട്രസഭയിലും മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള മീറ്റിങ്ങുകളിലുമെല്ലാം ഉന്നയിക്കപ്പെടുന്ന ഒരു സുപ്രധാനമായ വിഷയമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ തർക്കം. പാകിസ്ഥാൻ ഒരു ചെറിയ രാജ്യമാണ് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ എവിടെയും ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ പാകിസ്ഥാൻ വിഷയമാണ് ഇന്ത്യയെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന വകുപ്പ് ഇല്ലാതാക്കി കഴിഞ്ഞതിന് ശേഷം കാശ്മീരിൽ തീവ്രവാദം കാണുവാൻ സാധിക്കുന്നതേയില്ല. കാശ്മീരിൽ ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിന്റെ സംസ്കാരത്തിലും പൈതൃകത്തിലും ഏറെ അഭിമാനിക്കുന്നവരാണ് മലയാളികൾ. പക്ഷേ കേരളത്തില് ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ പരമപവിത്രമായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട്, അതിനെ തച്ചു തകർക്കുവാൻ വേണ്ടിയിട്ട് ഇവിടം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാവുന്നതാണ്. ഇവിടെ നമ്മൾ ചെറുത്തു നിൽക്കുവാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ്, നടത്തുവാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ സാധിച്ചത്. ആ ചെറുത്തുനിൽപ്പിന്, അങ്ങനെ ചെറുത്തു നിൽക്കുവാനായി ജനങ്ങൾ മുന്നോട്ടേക്ക് വന്നപ്പോൾ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നയിക്കുവാൻ അതിന്റെ മുമ്പിലുണ്ടായിരുന്നത് നമ്മളുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്ന വ്യക്തിത്വമാണ്. K. സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരും നമ്മളുടെ ഘടകകക്ഷിയായ BDJS ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും നടത്തിയ ആ ചെറുത്തുനിൽപ്പാണ് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് സംരക്ഷിക്കുവാൻ സാധിച്ചത്. നമ്മളുടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ അവസ്ഥ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ തൊഴിൽ തേടി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇത്രയത്തോളം കഠിനാധ്വാനം ചെയ്യുന്ന ചെറുപ്പക്കാരെ, ആൾക്കാരെ വേറെ എങ്ങും കാണുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ കഷ്ടപ്പെടുന്ന, ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ സർക്കാർ പൂർണ്ണ പരാജയമാണ്. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റാണ്
ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-ന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മുസ്ലിം ലീഗ് പാർട്ടിയായിട്ട് UDF അധപ്പതിച്ചിരിക്കുന്നു. അവരുടെ പോളിസികൾ തീരുമാനിക്കുന്നതെല്ലാം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ്. ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയായിട്ട് അധപ്പതിച്ച UDF-ഉം ഇങ്ങനെ അഴിമതികളും വികസനമില്ലായ്മയും സമ്മാനിച്ച LDF-ഉമാണ് നമുക്ക് മറുപക്ഷത്ത് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടുന്നത്. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, ഈ നാടിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഈ നാടിന്റെ രാഷ്ട്രീയ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമാണ്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ വിജയയാത്രയിൽ, ആ വിജയയാത്രയ്ക്ക് ലഭിച്ച ഈ പിന്തുണ, ഈ സംസ്ഥാനം മുഴുവൻ അദ്ദേഹത്തെ കാണുവാൻ, അദ്ദേഹം പറയുന്നത് കേൾക്കുവാനായിട്ട് ഓരോ സമ്മേളന നഗരിയിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു. ആ വിജയയാത്രയെ അയച്ചുകൊണ്ട് നമ്മളുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വന്നു. ഇന്ന് അദ്ദേഹം നമ്മളുടെ സ്ഥാനാർത്ഥിയായിട്ട് കോന്നിയിൽ നിന്നും ജനവിധി തേടുകയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം കേരളത്തിന്റെ നിയമസഭയിൽ ഉയർന്നു കേൾക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അത് സാധ്യമാക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ഈ നാടിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും, നമ്മുടെ നാടിന്റെ തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടും, ഈ നാടിന്റെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും നമ്മളുടെ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കേണ്ടുന്നത് ഈ നാടിന്റെ ആവശ്യമാണ്. എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ജനങ്ങളിലേക്ക് കടന്നു ചെല്ലണം. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും കടന്നു ചെന്ന് ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി, ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി, അവരെ ബോധവൽക്കരിച്ച് ആ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ നമ്മളുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റവും ദൃഢനിശ്ചയമുള്ള, ഏറ്റവും കരുത്തനായിട്ടുള്ള നമ്മളുടെ കെ സുരേന്ദ്രൻജിയെ കോന്നിയുടെ മണ്ണിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിപ്പിക്കുവാൻ സാധിക്കണം. അദ്ദേഹത്തിന്റെ ശബ്ദം കേരള നിയമസഭയിൽ ഉയർന്നു കേൾക്കണം. അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം, ഒരു ഭരണം നടത്തുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും സാധിക്കണം. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന കൺവീനറും BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവர்களാണ്. അദ്ദേഹത്തെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നിയോജകമണ്ഡലത്തിന്റെ ഇൻചാർജ് ശ്രീ BA സൂരജ് അവർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കർണാടക ഡെപ്യൂട്ടി CM ശ്രീ ഡോക്ടർ അശ്വന്ത് നാരായൺജി, മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ കെ സുരേന്ദ്രൻജി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏതാണ്ട് 2-3 മണിക്കൂറുകളായിട്ട് മീറ്റിംഗ് തുടങ്ങിയതാണ്. ഇതിനുശേഷം കിലോമീറ്ററുകൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് നേരത്തെ മീറ്റിംഗുകൾ അവസാനിപ്പിക്കുന്നതോട് ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ ഉദ്ഘാടന പ്രസംഗം തന്നെ കേരളത്തിന്റെ ഒരു പരിച്ഛേദം ഇവിടെ വരച്ചു കാട്ടുകയുണ്ടായി. യഥാർത്ഥത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ എന്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കൊന്നും ഉത്തരം പറയാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്നുമുണ്ട്. കേരളത്തിന്റെ വരുമാന മാർഗം എന്നാ എന്ന് സാധാരണ ഇവിടെ ചോദിച്ചാൽ നമ്മുടെ ആളുകൾ പറയും, നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് കൃഷി, വ്യവസായം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നവരാണ്. കേരളത്തിലെ കൃഷി കൊണ്ട്, അതല്ലെങ്കിൽ വ്യവസായം കൊണ്ട് എന്ത് വളർച്ച നമുക്ക് ഇത്രയും വർഷങ്ങളായി നടത്തുവാൻ കഴിഞ്ഞുവെന്ന് നമ്മൾ വെറുതെ നമ്മുടെ പരിസരം ഒന്ന് ചുറ്റി നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകാവുന്നുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായി ഒരു പുതിയ വ്യവസായ സ്ഥാപനം തുടങ്ങുവാനോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുവാനോ പോലും കഴിയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരം കയറ്റി വെച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർ പോയി തൊഴിലെടുത്ത്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലെടുത്ത് കൊണ്ടുവരുന്ന പണം മാത്രമാണ് കേരളത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് മറ്റുള്ള സംസ്ഥാനവും ഇന്ത്യയുടെ അവസ്ഥയും നമ്മളത് പഠിക്കണം. കഴിഞ്ഞ 6 വർഷക്കാലം മുമ്പ്
ഉണ്ടായിരുന്ന ഇന്ത്യയാണോ 6 വർഷം ശ്രീ നരേന്ദ്രമോദി സർക്കാർ ഭരിച്ച ശേഷമുള്ള ഈ 6 വർഷം കൊണ്ട് 60 വർഷം കൊണ്ട് നമുക്ക് നേടാൻ കഴിയാത്ത വളർച്ചയാണ് കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ശ്രീ നരേന്ദ്രമോദി സർക്കാർ നേടി തന്നിട്ടുള്ളത്. ആ തിരിച്ചറിവ് പലപ്പോഴും മലയാളികളായിട്ടുള്ള നമുക്ക് ഇന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ NDA സംവിധാനം കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും, കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇവിടെ ത്രികോണ മത്സരമാണെന്ന് പോലും പറയുവാൻ തയ്യാറായിരുന്നില്ല. ഒരു കാരണവശാലും ഒരാൾ പോലും NDAയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കും എന്ന് പറയുവാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ തയ്യാറായില്ല. പക്ഷെ എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാരണവശാലും ജയിക്കില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് അന്ന് നമ്മൾ ഒരാൾ പാസ്സാക്കുകയും ഏതാണ്ട് 7ഓളം പേർ 2ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. സുരേന്ദ്രജി തന്നെ വിരലെണ്ണാവുന്ന വോട്ടുകൾക്കാണ് തോറ്റുകയുണ്ടായത്. പക്ഷേ ആ സാഹചര്യങ്ങൾ മുഴുവൻ ഇന്ന് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മറ്റു ഭാഗത്തുണ്ടായിട്ടുള്ള വളർച്ച, അതല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് നടത്തിയിട്ടുള്ള വളർച്ച തിരിച്ചറിയുന്ന കേരളത്തിലെ മലയാളികൾ വരാൻ വേണ്ടി പോകുന്ന 6-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ NDA സർക്കാർ കേരളത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നും നമുക്ക് ആവശ്യമില്ല. അത് ഒറ്റക്കെട്ടായി അന്ന് നമുക്ക് നടത്തുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആര് ഭരിക്കണം, അതല്ലെങ്കിൽ എങ്ങനെ വേണം, നമുക്ക് ഇവിടെ ത്രികോണ മത്സരം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും തരത്തിലേക്ക് ഇന്ന് കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളും ത്രികോണ മത്സരം നടക്കുന്നു. ഇവിടെ ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന് പറയത്തക്ക തരത്തിലേക്ക് നമ്മൾ ഇന്ന് NDA എത്തിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് ഇന്ത്യക്കൊപ്പം ഇവിടെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ കേരളവും വളരണമെന്നുണ്ടെങ്കിൽ ആ വലിയ നമ്മുടെ വ്യവസായങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ NDA സർക്കാർ കേരളത്തിൽ ഉണ്ടായേ മതിയാകും. അത് വരാൻ വേണ്ടി പോകുന്ന 6-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ നമ്മുടെ ഓരോ പ്രവർത്തകരും, നമ്മുടെ ഈ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ അടുത്തുള്ള വീടുകളിൽ ഉൾപ്പെടെ എന്താണ് കഴിഞ്ഞ 6 വർഷക്കാലം ശ്രീ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയത് ഇന്ത്യയിൽ എന്ന് പ്രചരിപ്പിക്കുകയും കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ വനിതകൾക്ക് ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് മറ്റ് പല ഓമന പേരുകളിൽ സംസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് നമ്മുടെ വരാൻ വേണ്ടി പോകുന്ന 6-ാം തീയതി കഴിഞ്ഞ് പെട്ടി പൊട്ടിക്കുമ്പോൾ സുരേന്ദ്രൻജി ഇവിടുത്തെ MLA ആക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്ക് നിർത്തുന്നു. നമസ്കാരം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരുന്ന ചില ചെറുപ്പക്കാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. UDFന്റെ അവസരവാദ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടും UDF സ്ഥാനാർത്ഥിയെ തന്നെ പരാജയപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ശ്രീ റോബിൻ പീറ്റർ അടക്കമുള്ളവരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടും അവര് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗങ്ങളാകാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ CV സലീം കുമാർ അവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സിദ്ധന സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. അദ്ദേഹത്തോടൊപ്പം 25ഓളം പ്രവർത്തകന്മാരെ കോൺഗ്രസ് പാർട്ടിയുടെ മൂന്നെണ്ണം കൂടി ഉപേക്ഷിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സജീവ പ്രവർത്തകന്മാരായിരുന്ന ശ്രീ അനിൽകുമാർ, അദ്ദേഹം കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ശ്രീ പ്രിയപ്പെട്ട സുരേന്ദ്രൻജി അടക്കമുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരെ സ്വീകരിക്കുന്നതാണ്. അതുപോലെ ശ്രീ പ്രസാദ് കൂടൽ, അദ്ദേഹവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. നിരവധി സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തെയും ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ശ്രീ CV ശാന്തി പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ കെ സുരേന്ദ്രൻ അവർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിശിഷ്ട അതിഥി ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കർണാടക ഉപമുഖ്യമന്ത്രി സർവാദരണീയനായ ശ്രീ അശ്വത് നാരായൺജി, BDJSന്റെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ കൺവീനറുമായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളപ്പള്ളി അവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി VA സൂരജ്, BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും നമ്മുടെ തൊട്ടടുത്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള റാന്നിയിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ പത്മകുമാർജി, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനോജ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരായിട്ടുള്ള BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതാക്കളെ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കളെ, വ്യാപാരി വ്യവസായി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏപ്രിൽ 6-ാം തീയതി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടവകാശം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ഈ കോന്നിയെ പ്രതിനിധീകരിക്കാനുള്ള അവസരം, കോന്നിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവസരം നിങ്ങൾ നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കോന്നി നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഒരു മണ്ഡലമാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു മണ്ഡലമാണ് കോന്നി എന്നുള്ളത് കൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഞാൻ ഇവിടെ വീണ്ടും ജനവിധി തേടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും കോന്നിയിലെ ജനങ്ങൾ വലിയ പിന്തുണയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയത്. ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കേരളത്തിലെ 20 LDFന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇവിടെ ക്യാമ്പ് ചെയ്ത് ഓരോ വീടുകളും കയറി വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ബഹുജന അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംരക്ഷിക്കാതെ കാത്തു സൂക്ഷിച്ച മണ്ഡലമാണ് കോന്നി എന്നുള്ളത് മറക്കാനാവാത്ത ഒരു കാര്യമാണ്. ശബരിമലയുടെ നാളുകളിൽ കോന്നിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹവും അതേപോലെ തന്നെ കോന്നിയിലെ പാർട്ടി പ്രവർത്തകർ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടങ്ങളും ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കാൻ സാധിക്കുന്നത്. കാരണം കോന്നിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരവസരം ലഭിച്ചാൽ കോന്നിയെ കേരളത്തിലെ ഏറ്റവും വികസനമുള്ള മണ്ഡലമാക്കി ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. കോന്നി ഒരുപാട് പാവപ്പെട്ടവർ ജീവിക്കുന്ന ഒരു മണ്ഡലമാണ്. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള നഗരത്തിന്റെ പരിഷ്കാരങ്ങളൊന്നുമില്ലാത്ത ഒരുപാട് അധ്വാനിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ള ഒരു മണ്ഡലമാണ്. മലയോരത്ത് മണ്ണിൽ അധ്വാനിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരും കർഷക തൊഴിലാളികളും സാധാരണക്കാരും താമസിക്കുന്ന ഒരു മണ്ഡലമാണ് കോന്നി മണ്ഡലം. കേരളത്തിലെ മറ്റ്
പല രാഷ്ട്രീയ നേതാക്കന്മാരും തെരഞ്ഞെടുക്കുന്നത് പോലെ ഒരു നഗര മണ്ഡലമല്ല കോന്നി മണ്ഡലം. കോന്നി ഒരു ഗ്രാമീണ മണ്ഡലമാണ്, സാധാരണക്കാരുടെ മണ്ഡലമാണ്, പാവപ്പെട്ടവരുടെ മണ്ഡലമാണ്, ഭൂമി ഇല്ലാത്തവരുടെ, വീടില്ലാത്തവരുടെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുള്ള ഒരു മണ്ഡലമാണ് കോന്നി മണ്ഡലം. കോന്നിയിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഇതിനു മുമ്പുള്ളവർ തന്നിരിക്കുന്നു. പട്ടയം കിട്ടാത്ത 6000 കുടുംബങ്ങൾ പ്രിയപ്പെട്ടവർ 6 പതിറ്റാണ്ടിന് ശേഷവും ഇന്നും കോന്നിയിലുണ്ട്. 4000-ഓളം ആളുകൾ, കുടുംബങ്ങൾ ലയങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുണ്ട്. ശൗചാലയങ്ങളില്ലാതെ, വൈദ്യുതി ഇല്ലാതെ, ശരിയായ കുടിവെള്ളമില്ലാതെ, പരിഷ്കൃത സമൂഹം ജീവിക്കുന്ന ഒരു ആനുകൂല്യവും ഇല്ലാതെ ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുള്ള മണ്ഡലമാണ് കോന്നി മണ്ഡലം. ആ മണ്ഡലത്തെ ദീർഘകാലം പ്രതിനിധീകരിച്ചവരെല്ലാവരും പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളാണ്, നിസ്സാരക്കാരല്ല. MP-മാരായും MLA-മാരായും മന്ത്രിമാരായും ഒക്കെ തിളങ്ങിയിട്ടുള്ള ആളുകൾ പ്രതിദാനം ചെയ്ത മണ്ഡലമാണിത്. ആ മണ്ഡലത്തിലാണ് ഈ ദുർഗതി എന്നുള്ള കാര്യം നാം ആലോചിക്കണം. എത്ര പട്ടയമേളകൾ നമ്മുടെ നാട്ടിൽ നടന്നു, എന്തെല്ലാം വാഗ്ദാന പെരുമഴകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിലൂടെ കടന്നുപോയി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും, എത്രയോ ആളുകൾക്ക് വീട് കിട്ടും, എത്രയോ ആളുകൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകും, വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ച് നമ്മുടെ LDF-ന്റെ MLA ഇവിടെ ജയിച്ചത്. അതിനുശേഷം എന്ത് നടന്നു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആലോചിക്കണം. ഒരു പുരോഗതിയും വികസനവും പറഞ്ഞവർക്കൊന്നും തൊഴിലും ഒരവസരവും കോന്നിയിലെ ജനങ്ങൾക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. കിട്ടേണ്ടവർക്കൊക്കെ കിട്ടി. അവർക്ക് കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും നേതാക്കന്മാരുടെ അനുയായികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ കിട്ടേണ്ടത് കിട്ടി. പാവപ്പെട്ടവൻ ഇന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരവസരം ലഭിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സഹായത്തോടുകൂടി ഈ കോന്നി മണ്ഡലത്തിലെ 1000-കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് വികസനം എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും സാധിക്കും. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ശബരിമലയുടെ കാര്യം സൂചിപ്പിക്കാതെ കോന്നിയിൽ സംസാരിക്കുന്നത് ഒട്ടും ഉചിതമല്ല എന്ന് എനിക്കറിയാം. ഇന്ന് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന ഇന്ന് നിങ്ങൾ എല്ലാവരും TV-യിൽ കണ്ടിട്ടുണ്ടാവും. ശബരിമലയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ശബരിമലയുടെ കാര്യത്തിൽ എന്ന് തിരുവനന്തപുരത്ത് പറയുകയുണ്ടായി. ദേവസ്വം മന്ത്രി തെരഞ്ഞെടുപ്പിൽ കാഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് കൊണ്ട് ശബരിമലയിൽ തെറ്റുപറ്റിയ കാര്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു അദ്ദേഹം വലിയ വഞ്ചകനാണ്, ചതിയനാണ്. കാരണം മനീതി സംഘത്തെയും അവിശ്വാസികളെയും മല കയറ്റാൻ, 18-ാം പടി കയറ്റാൻ അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. ആ കാലത്ത് മന്ത്രിയായിരുന്നുകൊണ്ട് ശബരിമലയിൽ ആചാരണങ്ങൾ തകർത്തവരാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് അക്ഷരം പ്രതി അത് ശരിയായിരിക്കുന്നു. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നു, ഒരു കാരണവശാലും കടകംപള്ളി പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. കടകംപള്ളി മാപ്പ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പാർട്ടിയുടെ നയം തിരുത്തിയിട്ടില്ല. ശബരിമലയുടെ കാര്യത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് തന്നെയാണ് CPM-ന്റെ നയം എന്നാണ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയ വഞ്ചന തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നടത്തുന്നത്? 4 വോട്ടിന് വേണ്ടി ഏത് കള്ളവും പ്രചരിപ്പിച്ച് ഏത് ജനവഞ്ചനയും കാണിച്ച് രക്ഷപ്പെടാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിലെ വിശ്വാസികളെ വഞ്ചിച്ചവർ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ വന്ന് കള്ളപ്രചരണം നടത്തുമ്പോൾ കരുതിയിരിക്കുക, ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കളാണ് ഇവരെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ വോട്ടർമാർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സുഹൃത്തുക്കളെ, ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ മോദി വേട്ടയാടുകയാണ്.
ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്. ഏത് ന്യൂനപക്ഷങ്ങളെയാണ് മോദി വേട്ടയാടുന്നത്? ഇന്ത്യയിൽ ഏത് ന്യൂനപക്ഷമാണ് പ്രിയപ്പെട്ടവരെ വേട്ടയാടപ്പെടുന്നത്? ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷ സഹോദരന് നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ഒന്ന് മൂക്കുവേർക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നുണ്ടോ? മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ഏത് മതന്യൂനപക്ഷത്തിനാണ് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ വോട്ടിന് വേണ്ടിയാണ് ന്യൂനപക്ഷ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വോട്ടിൽ അഴിമതി മറക്കണം, കള്ളക്കടത്ത് മറക്കണം, സ്വർണം കടത്തിയത് മറക്കണം, ഡോളർ കടത്തിയത് മറക്കണം, ഈ കട്ടുമുടിച്ചതെല്ലാം ജനങ്ങൾ മറക്കണം. പ്രളയത്തിന് കൊടുത്ത വീട് വെക്കാൻ കൊടുത്ത പണം പോലും അഴിമതിയിലൂടെ തട്ടിയെടുത്തത് മറക്കണം. അതിനെന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ സഹോദരന്മാരെ ഭയപ്പെടുത്തണം, എന്നിട്ട് അവരുടെ വോട്ട് പെട്ടിയിലാക്കണം. അതിനുവേണ്ടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പച്ചക്കള്ളം മുഖ്യമന്ത്രി പറയുന്നു. വർഗീയതയാണ് ഏറ്റവും വലിയ പ്രശ്നം. BJP വർഗീയ പാർട്ടിയാണ്. വിജയയാത്രക്കിടയിൽ കേരളത്തിൽ പാർട്ടിയിൽ ചേർന്ന 10,000-കണക്കിന് ആളുകൾ, പകുതിയിലധികം ആളുകൾ പ്രിയപ്പെട്ടവരെ ഇത്തവണ BJPയിൽ ചേർന്നിരിക്കുന്നത് ക്രൈസ്തവ സഹോദരന്മാരാണ്, മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരാണ് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. മതവർഗീയ ശക്തികൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ ശക്തികളെ നേരിടാൻ ഒരു ഐക്യം ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഹോദരന്മാര് BJPയോടൊപ്പം അണിനിരക്കുന്ന വളരെ അസുലഭമായിട്ടുള്ള കാഴ്ചയാണ് എല്ലായിടത്തും. അതിനെ മറികടക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈ വർഗീയത കുത്തിയിളക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്ത് ശ്രീ ഒ രാജഗോപാൽ ജയിച്ച BJPയുടെ മണ്ഡലമാണ് നേമം. ആ നേമം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നേതാവ് മുരളീധരൻ മത്സരിക്കാൻ പോയിരിക്കുക. നേമം മണ്ഡലത്തിൽ മുരളീധരനല്ല, രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും ആന കുത്തിയാലും ഇളകാത്ത മണ്ഡലമാണ് നേമം. അവിടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല. പക്ഷേ എന്റെ ചോദ്യം അതല്ല. നേമത്ത് കുമ്മനം രാജശേഖരനെ എതിരിടാൻ പോയ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ധർമ്മടത്ത് പിണറായി വിജയനെതിരായി ഒരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ള ലളിതമായ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. BJP ചോദിക്കുക. പിണറായി വിജയനെ നേരിടാൻ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയുണ്ടോ? ധർമ്മടത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. വടകരയിൽ നിന്ന് ധർമ്മടത്തേക്ക് 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ആ മുരളീധരൻ ധർമ്മടത്ത് നിന്ന് നേരെ വടകരയിൽ നിന്ന് നേരെ പോയിരിക്കുന്ന നേമത്തേക്കാണ്. എന്താ ഉദ്ദേശം? ഉദ്ദേശം വളരെ വ്യക്തമാണ്. കോൺഗ്രസിന് പിണറായി വിജയനെ CPM-നെ നേരിടാനുള്ള ത്രാണിയില്ല. കോൺഗ്രസിന് പിണറായി വിജയന്റെ അഴിമതിയെയും അക്രമത്തെയും ഏകാധിപത്യത്തെയും നേരിടാനുള്ള ശക്തിയില്ല. അവർ ഒത്തുതീർപ്പിലാണ്. അതുകൊണ്ടാണ് എന്റെ സുഹൃത്ത് കഴിഞ്ഞ തവണ കോന്നിയിൽ തന്നെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. CPM-നാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും സംഘവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, CPM-നെ ജയിപ്പിക്കാൻ, ഈ കോന്നി ഒരിക്കലും കിട്ടാത്ത CPM-നെ ജയിപ്പിക്കാനാണ് കഴിഞ്ഞ തവണ. ഞാൻ പറഞ്ഞ എന്റെ ആരോപണമായിട്ട് കണക്കാക്കരുത് ദയവായി ആരും, ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഈ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന നേതാവ്, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരു പുരുഷായുസിന്റെ പകുതിയിലധികം മാറ്റിവെച്ച കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇപ്പോൾ കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി CPM-ന് വേണ്ടി കഴിഞ്ഞ തവണ 10,000-കണക്കിന് കോൺഗ്രസ് വോട്ടുകൾ മറിച്ചു കൊടുത്തു, ബാക്കിയുള്ളവരെ പോളിംഗ് ബൂത്തിൽ പോവാൻ അനുവദിച്ചില്ല എന്നുള്ള കാര്യം. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർക്കുള്ള ശത്രുത ആരോടാണ്? CPM-നെ വിജയിപ്പിക്കാൻ അവർക്ക് മടിയില്ല. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി CPM-നെ വിജയിപ്പിക്കാൻ അവർക്ക് മടിയില്ല. നേമത്തേക്ക് പോയ മുരളീധരൻ ധർമ്മടത്തേക്ക് പോവാത്തതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ സ്വന്തം സ്ഥാനാർത്ഥിയെ ഇരുത്തി CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയെ ഇനിയും ഈ കോന്നിയിലെ ജനങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള വിനയപൂർവമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കോന്നിയുടെ വികസനത്തിന്, ഇവിടുത്തെ സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ വിനിയോഗിക്കണം.
മത്സരിച്ച് നിങ്ങളുടെ കൂടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 20 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും നിങ്ങളോടൊപ്പം നിന്ന എനിക്ക് 21 മുതൽ ഇവിടെ തന്നെ ശക്തമായിട്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം തരണമെന്ന് ഞാൻ വിനയത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. അടുത്തായി നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണമാണ്. ഇലക്ഷൻ കമ്മിറ്റി അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലം കൺവീനറും പാർട്ടിയുടെ നിയോജക മണ്ഡലം അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ജി മനോജ് അവരെ ക്ഷണിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇലക്ഷൻ കമ്മിറ്റി അനൗൺസ് ചെയ്യാൻ വൈകിയതുകൊണ്ട് നമ്മുടെ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ബാബു വെളിയത്ത്, വൈസ് ചെയർമാൻമാർ ശ്രീ വി എസ് ഹരീഷ്ചന്ദ്രൻ, ശ്രീ ഡി അശോക് കുമാർ, അഡ്വക്കേറ്റ് ലെസ്ലി ദാലിയെ, ശ്രീ മജീദ് കുറുമ്പുകര, പ്രൊഫസർ കെ കെ ശ്രീനിവാസൻ, ശ്രീമതി മിനി ഹരികുമാർ, ശ്രീമതി മീന എം നായർ, ശ്രീ ശശി ശങ്കർ, അഡ്വക്കേറ്റ് എബി സാം, ജനറൽ സെക്രട്ടറി ശ്രീ ജി സോമനാഥൻ, BDJS മണ്ഡലം പ്രസിഡന്റ്, രക്ഷാധികാരി ശ്രീ കെ പത്മകുമാർ, അതുപോലെ തന്നെ രക്ഷാധികാരിമാർ ശ്രീ CP രാമചന്ദ്രൻ നായർ, ശ്രീ ശശിധരൻ പിള്ള മാതേരിമണ്ണിൽ, ശ്രീ VK ഗോപിനാഥൻ നായർ വെള്ളേരിൽ, ശ്രീ വട്ടമല ശശി, ശ്രീ അശ്വിൻ കെ മോഹൻ, ശ്രീ CS സോമൻ പിള്ള, ശ്രീ PS മനോജ്, ശ്രീ ആനന്ദ് നായർ, ശ്രീ വിജയൻ KK. നേരത്തെ സൂചിപ്പിച്ചിരുന്നു മണ്ഡലത്തിന്റെ ഇൻചാർജ് ശ്രീ BA സുരജ്, ജനറൽ കൺവീനർ ശ്രീ മനോജ്, കോ കൺവീനർ വിഷ്ണു മോഹൻ, ഓഫീസ് ഇൻചാർജ് ഓഫീസ് പ്രവർത്തനം ശ്രീ ശ്രീകുമാർ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് മണ്ഡലം കോ ഇൻചാർജ് M അയ്യപ്പൻകുട്ടി, മണ്ഡലം സംയോജക് NG രവീന്ദ്രൻ, ഫുൾ ടൈമർ ശ്യാം തട്ടയിൽ, സ്ഥാനാർത്ഥി ഇൻചാർജ് D അശോക് കുമാർ, ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് അരുൺ പ്രകാശ്, ഓഫീസ് സൂചിപ്പിച്ചു CS ശ്രീകുമാർ, കണ്ണൻ ചിറ്റൂർ, കോൾ സെന്റർ ശ്രീമതി ബിന്ദു ഹരികുമാർ, ശ്രീമതി ആശ ഹരികുമാർ, അതുപോലെ തന്നെ ഓഫീസിന്റെ പ്രവർത്തനം ശ്രീ KK ബാബു, വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ശ്രീ സുജീഷ് സുശീലൻ, പബ്ലിസിറ്റി ശ്രീ അഭിജിത്ത് കാവുങ്കൽ, ശ്രീ KR രാകേഷ്, സോഷ്യൽ മീഡിയ ആൻഡ് ഹൈടെക് ക്യാമ്പയിൻ ശ്രീ കിഷൻ കിഷോർ പ്രവീൺ ചന്ദ്രൻ, ട്രാവൽ ഡിപ്പാർട്ട്മെന്റ് ശ്രീ AR രാജേഷ്, B അഭിലാഷ്, മീഡിയ സതീഷ് കുമാർ ജയകൃഷ്ണൻ, വിമൻ വർക്ക് ശ്രീമതി മീന എം നായർ, ശ്രീമതി ബിന്ദു പ്രകാശ്, ബൂത്ത് വർക്ക് ശ്രീ PV ബോസ്, ശ്രീ NK സതികുമാർ, റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ശ്രീ രഘുനാഥ്, ശ്രീ പ്രസന്നൻ അമ്പലപ്പാട്ട്, അക്കൗണ്ട്സ് ശ്രീ സദാശിവൻ മഠത്തിൽ, ശ്രീ നന്ദകുമാർ R, കൗണ്ടിംഗ് ശ്രീ സുരേഷ് കാവുങ്കൽ, സ്റ്റാറ്റിസ്റ്റിക്സ് ശ്രീ VS ഹരീഷ്ചന്ദ്രൻ, ശ്രീ PD പത്മകുമാർ, ഇലക്ഷൻ മാനിഫെസ്റ്റോ ശ്രീ അനിൽ ബൊക്കാറോ CK, കൂടൽ ജയപ്രകാശ്, വീഡിയോ വാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രീ സതീഷ് കുമാർ, ശ്രീ വൈശാഖ്, കൺസോളിഡേഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം അതർ സ്റ്റേറ്റ് ശ്രീ മനോജ് മൈലപ്ര, ശ്രീ സുനിൽകുമാർ CD, സ്പെഷ്യൽ കോൺടാക്ട് ശ്രീ CS സോമൻ പിള്ള, ശ്രീ D അശോക് കുമാർ, സേതുനാഥ് മലയാളപ്പുഴ, ലിറ്ററേച്ചർ ഡിസൈൻ ആൻഡ് പ്രിന്റിംഗ് മജീദ് കുറുമ്പുകര തുടങ്ങി നമ്മുടെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, പഞ്ചായത്ത് തല ഇലക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ 5001 പേരടങ്ങുന്ന ഒരു ഇലക്ഷൻ കമ്മിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ളത്. ഔദ്യോഗികമായി കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു. പരിപാടി കൃതജ്ഞത രേഖപ്പെടുത്താൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ഈ മണ്ഡലത്തിന്റെ കോ കൺവീനറുമായിട്ടുള്ള ശ്രീ വിഷ്ണു മോഹനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ VA സുരജ് അവർകൾ, ബഹുമാനായ ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായിരുന്ന കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ അശ്വൻ നാരായൺജി, നമ്മളുടെ സ്ഥാനാർത്ഥി ശ്രീ K സുരേന്ദ്രൻ അവർകൾ, BDJS സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, ഈ വൈകിയ വേളയിൽ ഒരു വലിയ പ്രസംഗത്തിനും മറ്റെല്ലാം കടക്കുന്നില്ല ഞാൻ. എങ്കിലും കോന്നി എന്ന ഒരു വലിയ ഒരു മാറ്റത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി തന്നെ നമ്മുടെ ഈ കൺവെൻഷൻ എന്ന് മാറിയിരിക്കുകയാണ്. വളരെയേറെക്കാലം വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അഴിമതിയിലൂടെ കടന്നുപോയ ഭരണത്തിന് ഒരു അറുതി വരുത്തിക്കൊണ്ട് ശബരിമല എയർപോർട്ട് ഉൾപ്പെടെയുള്ള വലിയ വികസനത്തിൽ കോന്നിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ
ഭരണത്തിന്റെ കീഴിൽ സാധിക്കുമെന്ന് നമ്മുടെ സ്ഥാനാർത്ഥി നമ്മളുടെ മുമ്പിൽ ഉറപ്പു തന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ വേളയിൽ കെ സുരേന്ദ്രനെ കോന്നിയുടെ MLA ആയി വിജയിപ്പിച്ചുകൊണ്ട് കോന്നിയുടെ വികസനത്തിന് വേണ്ടി ഒരു ആക്കം കൂട്ടുന്നതിന് വേണ്ട തീരുമാനം നമ്മൾ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ അധ്യക്ഷത വഹിച്ച ശ്രീ VS സൂരജ് അവർ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുത്തു. ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ അശ്വൻ നാരായൺ അവർ അദ്ദേഹത്തിന് കോന്നി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചു കൊടുത്തു. നമ്മളുടെ സ്ഥാനാർത്ഥിയായ ശ്രീ കെ സുരേന്ദ്രൻ അവർ അദ്ദേഹത്തിന് കോന്നി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൃതജ്ഞത അറിയിച്ചു കൊടുത്തു. BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സംസ്ഥാന ഉപാധ്യക്ഷനായ ശ്രീ കെ പത്മകുമാർ അവർ അദ്ദേഹത്തിനും കോന്നി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത NDAയുടെ വിവിധ ഘടകകക്ഷികളുടെ ഭാരവാഹികൾ, പാർട്ടിയുടെ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.